മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തുകൾ ചെന്ന് മുത്തുനബി ഉത്തരം നൽകും, സഹായം നൽകും എന്ന നിലക്ക് ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് അങ്ങനെ ഉദ്ദേശ നീയത്തോടു കൂടെ പാടില്ല എന്നാണ് മൗലവിയുടെ അകത്തുക മറുപടി എനിക്ക് ലഭിച്ചത്. എന്നാൽ ഞാൻ മൗലവിയോട് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ. മഹാനായിരിക്കുന്ന അബൂ യഅല റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും, വളരെ ദൈർഘ്യമുള്ള ഹദീസാണ്, വേണ്ടി വന്നാൽ നമുക്ക് വായിക്കാം. അതിന്റെ അവസാനം പറയുന്നു, ലയിൻ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ശിർക്കിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ലയിൻ ഖാമ അലാ ഖബരി, അങ്ങനെ എന്റെ ഖബറിൽ വന്ന് എന്നോട് ചോദിക്കുകയും ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. ഫഖാല യാ മുഹമ്മദ്, നബി തങ്ങൾ പറയാണ് ലഉജീബന്നഹു, അവിടെ ലാമും തൗക്കീദിന്റെ ലാമാണ്, അവസാനത്തെ തൗക്കീദിന്റെ നൂനും അവിടെ ഉണ്ട്. ലഉജീബന്നഹു, തീർച്ചയായിട്ടും ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞ ഹദീസിൽ നബി തങ്ങളുടെ ജാറത്തുകൾ വരുമെന്നും, നബി തങ്ങൾ തന്നെ പറയുകയാണ് ഈസാ നബിയുടെ ജാറത്തുകൾ വരുമെന്നും എന്നോട് ചോദിച്ചുവെന്നും ഞാൻ ഉത്തരം നൽകുമെന്നും. വഫാത്തിന് ശേഷം ഈ ഹദീസിനെ കുറിച്ച് എന്താണ് മൗലവി സാഹിബിന് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യം. ഇമാം അബൂ യഅല തന്റെ മുസ്നദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ഹാക്കിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ ഇമാം ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് പദങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യം. അപ്പൊ ഏതായാലും ജാറം ഉണ്ട്, അത് നെറ്റിലൊക്കെ പോയാൽ കാണുന്നു, നെറ്റ് കാണും, പക്ഷെ മദീനത്ത് കാണൂല. നെറ്റിൽ കാണും ജാറം, മദീനയിൽ പോയാൽ അങ്ങനെ ജാറം കാണുകയില്ല. കാരണം പ്രവാചകന്റെ ഖബർ അങ്ങനെ ജാറമായി മാറിയിട്ടില്ല. അത് ഖബർസ്ഥാനാണ്, ഖബർസ്ഥാനിലല്ല. ഖബർസ്ഥാനിലല്ല അല്ലാഹു റസൂൽ മറവ് ചെയ്തത്. ഏത് അമ്പിയാക്കളും എവിടെയാണോ വഫാത്തായത് അവിടെയാണ് മറമാടപ്പെടേണ്ടത് എന്നത് പൊതു നിയമമാണ്. പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് ചർച്ചയുണ്ടായി, പ്രവാചകനെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത്. ചിലർ പറഞ്ഞു ബഖീഇലേക്ക് കൊണ്ടുപോകാം, ചിലർ പറഞ്ഞു നമുക്ക് മക്കയിലേക്ക് കൊണ്ടുപോകാം, ചിലർ പറഞ്ഞു ഇവിടെ ആ മിഹ്റാബിന്റെ ഭാഗത്ത് മറവ് ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് നബിയും എവിടെ വെച്ച് വഫാത്തായോ അവിടെയാണ് മറമാടേണ്ടത്. അതൊരു പരിഹാരമായി. അങ്ങനെ എവിടെ വെച്ച് വഫാത്തായോ അവിടെ മറമാടപ്പെട്ടു. ആ ഖബർ എങ്ങനെയാണ് ആ ഖബർ ഉണ്ടാക്കിയത്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയിഷ ബിബിയുടെ റൂമിലേക്ക് വന്നിട്ട് പറയുന്നു, യാ ഉമ്മ ഇക്ഷിഫി ലി അൻ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഖബരി സ്വഹിബൈഹി. ഉമ്മ അഥവാ ഈ ഖാസിം എന്നവരുടെ അമ്മായി കൂടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എനിക്ക് പ്രവാചകരുടെയും രണ്ട് കൂട്ടുകാരുടെയും ഖബർ നിങ്ങൾ കാണിച്ചു തരുമോ ഉമ്മ? ഇക്ഷിഫി ലി അൻ ഖബർ റസൂലുള്ളാഹി വ ഖബരി സ്വഹിബൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറും രണ്ട് കൂട്ടുകാരുടെ ഖബറും നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ എന്ന് ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ മകന്റെ മകൻ ഖാസിം എന്നവർ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ 5 വക്തും സിയാറത്ത് ഒരു വണ്ടി ഇങ്ങനെ വന്ന് അവിടെ ഇറങ്ങി വഴിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ഖബർ കാണിച്ചു ചോദിക്കുന്ന ആവശ്യം തന്നെ ഇല്ല. മാത്രമല്ല ഈ ചോദിക്കുന്ന 3 ഖബറിൽ ഒന്ന് തന്റെ വല്ലിപ്പാന്റെ ഖബറാണ്. കൂട്ടുകാരുടെ ഖബറിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖാണല്ലോ, അത് ഈ ചോദിക്കുന്ന ആളുടെ വല്ലിപ്പയാണ്. അങ്ങനെ 3 ഖബറുകൾ അവർ എനിക്ക് കാണിച്ചു തന്നു. അത് ഉയർത്തപ്പെട്ടതല്ല, അത് ഭൂമിയോട് നിലപ്പായി കിടക്കുന്നതുമല്ല. റിപ്പോർട്ടിൽ ഒരു ചാണോളം ഉയർത്തപ്പെട്ടതായി ഞാൻ അത് കണ്ടു. ഒരു ചാണോളം. ശരി, അദ്ദേഹം കേട്ടോട്ടെ, കേട്ടോട്ടെ, അദ്ദേഹം കേൾക്കുന്നുണ്ട്. നിങ്ങളെ കുറച്ച് ബാക്കിൽ ഇരുന്നാൽ ഈ ശല്യം ഉണ്ടാവില്ല. ഈ ഒപ്പം ഇരുന്നുള്ള പ്രശ്നമാണ്. ശിർക്കും ഇരുട്ടും എപ്പോഴും ഒന്നിച്ച് വരും. കുറച്ച് പിന്നിക്കാടിരുന്നാൽ അത് നല്ലത്.
അപ്പൊ ആ ഖബർ ഉയർത്തപ്പെട്ടതല്ല, അത് നിരപ്പായി കഴിയുന്നതുമല്ല, പിന്നെയോ ഒരു ചാണോളം ഉയർന്നതായി ഞാനത് കണ്ടു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഒരു ചാണോളമാണ് ഉയർന്നത്. അതിനല്ലല്ലോ നമ്മുടെ നാട്ടിൽ ചാണെന്ന് പറയാം. സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും ഉമർ ഫാറൂഖിന്റെ ഖബറും അങ്ങനെ തന്നെയാണ്. അതും ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. പിന്നീട് അവിടെ ആ ഖബറിലേക്ക് ആർക്കും കയറാൻ കഴിയാത്ത വിധം അത് ഭദ്രമായി അടയ്ക്കപ്പെട്ടു. പിന്നെ ആ ഖബർ കണ്ടത് ഹിജ്റ 10-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ പ്രസവപ്പെട്ട മയ്യത്ത് കവർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഷിയാക്കളായ ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ. അത് സംരക്ഷിക്കാൻ വേണ്ടി വളരെ ആഴത്തിലേക്ക് അവിടെ കുളിച്ച് അവിടെ ഭദ്രമായ ഒരു തടസ്സം, ഒരു മറയുണ്ടാക്കി, ചുമരുണ്ടാക്കി ഒരിക്കലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം സംരക്ഷിച്ചു. അന്ന് ആ ചുമരുകൾക്ക് വാതിൽ വെച്ചിട്ടില്ല, ഉള്ളിൽ കയറാൻ ഒരു വഴിയുമില്ല. ആ നിലക്ക് നടക്കപ്പെട്ടു. പിന്നീട് വന്നവരാരും ആ ഖബറുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ ബാരി ഗ്രന്ഥങ്ങളിൽ ഇമാം അസ്മലാനിയൊക്കെ ഈ 3 ഖബറുകൾ ഏത് ഡയറക്ഷനിലാണ് എന്നത് ചില സാങ്കല്പിക ചിത്രങ്ങൾ ഹദീസുകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വരച്ചു കാണിക്കുന്നു. ഒന്നുകിൽ നബിയുടെ ഖബർ ഒരു ഭാഗത്ത്, നബിയുടെ ചുമതിന്റെ ഭാഗത്തുനിന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ, സിദ്ദീഖുൽ അക്ബറിന്റെ ചുമതിന്റെ ഭാഗത്തുനിന്ന് ഉമർ ഖത്താബിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ ഒരേ ലെവലിലായി ഈ 3 ഖബറുകൾ ഇറങ്ങി കിടക്കുന്നു. അല്ലെങ്കിൽ അപ്പുറപ്പുറമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ പിന്നെ ശല്യപ്പെടുത്തല്ലേ, അയാൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കണ്. ഇങ്ങനെ 3 ഖബറുകൾ ഏത് രൂപത്തിലാണ് 3ഉം പരസ്പരമുള്ളത് എന്നതിന് ഫത്ഹുൽ ബാരിയിലേക്ക് ചില ഫയൽ ചിത്രം വരച്ചിട്ട് ലൈന് വരച്ച് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഒന്ന് പോയി നോക്കിയാൽ പോലെ, അതിനുള്ളിൽ കയറി നോക്കിയാൽ പോലെ. ഉള്ളിൽ കയറാൻ പറ്റാത്ത വിധം വാതിലുകൾ പോലും ഇല്ലാതെയാണ് അത് സംരക്ഷിച്ചത്. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിയിൽ തീപിടുത്തമുണ്ടായി. മദീന പള്ളിയുടെ മഹാഭൂരിപക്ഷ ഭാഗവും അതിൽ നശിച്ചു. അന്ന് ബാക്കിയുള്ള ഭാഗം കൂടി പൊളിച്ചു മാറ്റി അത് ഒന്നാമത് പുതുക്കി പണിയേണ്ടി വന്നു. അന്ന് പിന്നെ ആ ഖബർ കാണാൻ ആളുകൾക്ക് അവസരമുണ്ടായി. അന്ന് ആ ഖബർ കണ്ട ആളാണ് അല്ലാമ അസ്സുംഹൂദി റഹിമഹുല്ലാഹ്. അദ്ദേഹം മദീന ചരിത്ര കിതാബ് എഴുതി വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന പേരിൽ 4 വാള്യങ്ങളായി ഗ്രന്ഥം എഴുതി. അതിൽ അദ്ദേഹം 2-ാം വാള്യത്തിൽ ഈ മദീന പള്ളിയുടെ ചരിത്രം പറയുന്നിടത്ത് പ്രവാചക ഖബറിന് മീതെ പിൽക്കാൽ നിർമ്മിക്കപ്പെട്ട കുബ്ബയെ പറ്റി വിവരിക്കുന്ന അധ്യായത്തിൽ അൽ ഖുബ്ബത്തു സർഖാ നീല ഖുബ്ബ എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം ഈ ചരിത്രം വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കും ക്ഷണം കിട്ടി അന്ന് ആ ഖബർ കാണാൻ. ഞാനും അവിടെ ചെന്നു, ആ ഖബർ ഞാൻ ചെന്നു, അവിടെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ആ റൂം നിരപ്പായ റൂമായി കണ്ടു. ആ ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ അവിടെ കണ്ടില്ല. ആ ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ കണ്ടില്ല. ഇല്ലാ അന്ന ഫീ മൗദിഇ വസ്തിഹാ ഇർതിഫാഉൻ യസീർ. അതിന്റെ ആ റൂമിന്റെ മധ്യഭാഗത്ത് ഒരല്പം ചെറിയ ഉയർച്ച ഇങ്ങനെ മണ്ണിൽ കാണുന്നുണ്ട്. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് നബിയുടെ ഖബറിന്റെ ഭാഗമാണ്. പക്ഷേ അവരറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത്. ഹദീസ് പ്രകാരം നോക്കിയാൽ റൂമിന്റെ ആ ഭാഗത്ത് നബിയുടെ ഖബർ വരാൻ ഒരു വകുപ്പുമില്ല. അപ്പൊ ഇതാണ് പ്രവാചകന്റെ ഖബർ. ഇനി അതിന് ജാറെന്ന് പറയോ, നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. ഇപ്പൊ അടുത്തതായിരിക്കും റൂമിൽ ഉള്ളിലല്ലേ, അതിനല്ലേ ജാറം എന്ന് വേണമെങ്കിൽ ന്യായം പറയാം. അത് മുസ്ലിയാക്കന്മാര് പറഞ്ഞോട്ട് നിർവഹമില്ല. അപ്പൊ നബിയുടെ ഖബർ ഇതാണ്. ഇനി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ സൂറത്തുൽ കഹ്ഫിൽ വിശദീകരണത്തിന് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഖബർ ഒരു ചാണാണ് ഉയരേണ്ടത്. അതിൽ ഹദീസ് എല്ലാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു സിഫത്തു ഖബരി നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ ഖബറിന്റെ രൂപം ഒരു ചാനാണ്. വഖബരി അബീനാ ആദം അലൈഹിസ്സലാം, നമ്മുടെ വാപ്പയായ ആദം നബിയുടെ ഖബറും ഒരു ചാനാണ്. തഫ്സീർ ഖുർത്തുബിയിൽ സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണം കാണാൻ കഴിയും. ആദം നബിയുടെ ഖബർ ഒരു ചാണയുള്ളൂ, മുഹമ്മദ് നബിയുടെ ഖബറും ഒരു ചാണയുള്ളൂ. അതാണ് മുസ്ലിമീങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ശരി, അപ്പൊ ഏതായാലും നബിയുടെ ഖബറിന്റെ രീതി അതാണ്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കെട്ടിയുയർത്തി അവിടെ ജാറം മൂടലും അവിടെ വിളക്കെത്തിക്കലും അവിടെ പണം കൊണ്ടുപോയിടലും അവിടെ നേർച്ചപ്പെട്ടിയും അവിടെ ആണ്ടുകളും ഉറൂസുകളും ചന്ദനത്തിരിയും അതൊന്നും അവിടെ ഇല്ല. അത് നെറ്റിൽ കാണും. നെറ്റിൽ ജമാലുദ്ദീൻ റൂമിന്റെ ഖബർ റസൂലുള്ളാഹിന്റെ ഖബറാക്കി മാറ്റിയിട്ട് പണ്ട് ചില മനുഷ്യന്മാര് പ്രചരിപ്പിച്ചിരുന്നു. നബിയുടെ ഖബറിൽ അവിടെ ബോർഡും എഴുതി വെച്ചിട്ട്. അപ്പൊ അത് നബിന്റെ പേരിൽ ഇല്ലാത്ത ഹദീസുകളുടെ മനുഷ്യന്മാർക്ക്, ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിനെ പേരിൽ കൊണ്ടുവരുന്ന മനുഷ്യന്മാർക്ക് പിന്നെ ഒരു ഖബറിന് ഒരു ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല.
ഇനി ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന് മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആകാശലോകത്ത്. ഖിയാമത്തിന് മുന്നോടിയായി അദ്ദേഹം ഇറങ്ങി വരും. എന്തിന്? ദജ്ജാലിനെ കൊല്ലാൻ, ഇവിടെ നീതി നടപ്പാക്കാൻ, നിയമവിധേയമായ നീതിപ്രകാരമുള്ള ഭരണം നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നു. അന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ ഹദീസ്. അതിൽ പന്നിയെ കൊല്ലും, കുരിശ് തകർക്കും, നീതി നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞ ദീർഘമായ ഹദീസ് അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, പിന്നീട് ആ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബറിൽ വന്നു നിൽക്കുന്നുവെങ്കിൽ, വഖാല യാ മുഹമ്മദ്, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറയുന്നുവെങ്കിൽ, ലഉജീബന്നഹു, തീർച്ചയായും ഞാൻ ആ വിളിക്ക്, ആ ഈസാ നബിക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹദീസാണ്. ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചു, അബൂ യഅല ഉദ്ധരിച്ചു, ഇമാം ഹാക്കിം ഉദ്ധരിച്ചു, തുബ്രാനിയിൽ ഉണ്ട് എന്റെ ഓർമ്മ. ഇതാണ് ഹദീസ്. 2-3 പരമ്പരകളിൽ അത് വന്നിട്ടുണ്ട്. ചില പരമ്പരകൾ ദുർബലമായതാണ്, ചില പരമ്പരകൾ ഹസൻ എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അഅലം. ഇത് 2 അമ്പിയാക്കന്മാർ തമ്മിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് 2 പേരും മുഴുവത്തുള്ളവരാണ്, 2 പേരും നബിമാരാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ? ലോകത്തൊരാളും ഈ ഹദീസിനെ ആ നിലയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. സമാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയി, ഇസ്രാ യാത്ര. വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അന്ന് എല്ലാ അമ്പിയാക്കളും മസ്ജിദുൽ അഖ്സയിൽ വന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇമാമായി, അവരൊക്കെ മഅ്മൂമായി നിസ്കരിച്ചു. നമുക്ക് തർക്കമില്ലാത്ത വിഷയം. നമ്മൾ ആരെങ്കിലും നമ്മളെ പള്ളിക്ക് ഇമാമിനെ പിരിച്ചുവിടോ? ഞങ്ങളെ പള്ളിക്ക് റസൂൽ ഇമാം വന്നാൽ മതി, നിങ്ങൾ വേണ്ട എന്ന് പറയും. സ്ഥിരപ്പെട്ട സംഭവമാണ്, സ്വഹീഹാണ്. ഹദീസിൽ വന്നതാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇമാമിക്കുന്നു, മറ്റ് അമ്പിയാക്കൾ മഅ്മൂമായി നിൽക്കുന്നു ബൈത്തുൽ മുഖദ്ദസിൽ. അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഇമാമ് വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ മതി ഇമാമായിട്ട്, മറ്റ് അമ്പിയാക്കന്മാരെ മഅ്മൂമായിക്കോളും, നമ്മളാരും പള്ളിയിൽ കൊണ്ട് ആവശ്യമില്ല എന്നാരെങ്കിലും പറയാറുണ്ട്. അമ്പിയാക്കന്മാർ അവിടെ ലോകത്ത് റബ്ബ് നിശ്ചയിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടതായി ഇതൊക്കെ. ഇനി ഈ ഹദീസ് ചർച്ച ചെയ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, 1400 കൊല്ലമായല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് പറഞ്ഞിട്ട്, ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് ചർച്ച ചെയ്ത് പോരുകയും ചെയ്യുന്നു. ഈ 1400 കൊല്ലക്കാലം ഈ ഹദീസ് ചർച്ചക്കെടുത്ത പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് തെളിവാക്കി നമുക്കും അവിടെ പോയി വിളിക്കാം, നമ്മൾ വിളിച്ചാലും ഉത്തരം കിട്ടും, നമുക്ക് നബികൾ ഉത്തരം ചെയ്യും എന്ന് ഇത് തെളിവാക്കി പറഞ്ഞ ഒരാളെ പോലും ലോകത്ത് കാണൂല. ഒരാളെ പോലും. എല്ലാ കിതാബും നോക്കി കാണാൻ പാഠം പഠിച്ചിട്ടല്ല ഇത് പറയുന്നത്, പക്ഷെ ഇല്ല നമുക്ക് ഉറപ്പാണ്. കാരണം ഉണ്ടെങ്കിൽ മൂലയന്മാർ എന്നോടുകൊണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ച ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ ഹദീസിന് സ്വന്തമായ ചില വ്യാഖ്യാനം പറഞ്ഞു എന്നതൊഴിച്ചാൽ, അതേപോലെ ലോകാടിസ്ഥാനത്തിൽ ചില ഷിയാക്കൾ ഈ ഹദീസ് ആദരക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ പോലും ഈ ഹദീസിനെ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചില്ല. പിന്നെ എന്താ വ്യാഖ്യാനിച്ചത്? ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. നേരത്തെ പറഞ്ഞ ജലാലുദ്ദീൻ സൂയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം അൽ ഹബീൽ ഫതാവയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നുണ്ട്. അവിടെ എന്താ ചർച്ച? ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന് മുന്നോടി ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഇൻജീൽ പ്രകാരമാണോ വിധി പ്രഖ്യാപിക്കുക, അതല്ല ഖുർആൻ പ്രകാരമാണോ? ഒരു ചർച്ചയാണ്. അപ്പൊ തർക്കമില്ല, ഖുർആൻ പ്രകാരം. കാരണം ഖുർആന്റെ വരവോടുകൂടി ഇൻജീലും ബൈബിള് അത് മൻസൂഖായി ദുർബലപ്പെട്ടു പോയി. അപ്പൊ അടുത്ത സംശയം, അങ്ങനെയാണെങ്കിൽ ഈസാ നബിക്ക് എവിടുന്നാണ് ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അന്ന് കിട്ടുക? എല്ലാ നിയമങ്ങളും ഈസാ നബിക്ക് എവിടുന്ന് കിട്ടും? ഈസാ നബി സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിം ഒക്കെ വന്നിട്ട് ചൊല്ലിപ്പിടിച്ചു പോവുകയാണോ? അങ്ങനെ ആരാ ചൊല്ലിക്കൊടുക്കുക? ചർച്ചയാണതൊക്കെ. അവിടെയാണ് പണ്ഡിതന്മാർ 2-3 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഒന്നുകിൽ അല്ലാഹു തആല ആകാശ ലോകത്തിൽ നിന്ന് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് ആ വിവരമെല്ലാം നൽകിയിട്ടായിരിക്കും അങ്ങോട്ട് പറഞ്ഞേക്കുക. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വന്ന ആ കാലത്ത് തന്നെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനപ്രകാരം ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബിയും സംഗമിച്ചുകൊണ്ട് ഒരു പക്ഷേ വിവരങ്ങളെന്ന് കൈമാറിയിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നായിരിക്കാം ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുക. അതുമല്ലെങ്കിൽ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഗവേഷണം ചെയ്ത് അദ്ദേഹം മുജ്തഹിദിന്റെ മർത്തബ എത്തിയവരാണ്, ഗവേഷണം നടത്താൻ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ച് ഗവേഷണം ചെയ്ത് അദ്ദേഹം തീരുമാനം പറയും. അഞ്ചാമത് അഭിപ്രായം, അല്ല, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരെ തന്നെ ആ വിഷയങ്ങൾ കൈമാറാൻ റബ്ബ് സംവിധാനം ഒരുക്കി കൊടുക്കും. അത് തെളിവായിട്ട് ഈ ഹദീസ് കൊണ്ടുവന്നു.
അങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് തെളിവെന്താ? ഈ ഹദീസിൽ വന്നല്ലോ, എന്റെ ഖബറിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. അപ്പൊ അതിന് പക്ഷെ റബ്ബ് നിശ്ചയിച്ച സംവിധാനം ഉണ്ടാകും. അവിടെ ഈസാ നബിക്ക് ഇവിടെ നിയമം നടപ്പാക്കാൻ എവിടുന്ന് കിട്ടും? അതൊരു പക്ഷെ ഈ ഹദീസ് പറഞ്ഞ പ്രകാരം അങ്ങനെ റബ്ബ് പ്രത്യേകമായ സംവിധാനം ആ രണ്ടാം അമ്പിയാക്കന്മാർ തമ്മിൽ ഈ മതപരമായ വിഷയങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതൊന്നുമല്ലാതെ ഈ ഹദീസ് വിശദീകരിച്ച 1400 കൊല്ലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനെങ്കിലും അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഒരു കിതാബിലെങ്കിലും ഈ ഹദീസ് നമുക്ക് നബിയുടെ ഖബറിൽ ചെന്ന് തേടാൻ തെളിവാണ്, തേടിയാൽ ഉത്തരം ചെയ്യും, നബി സഹായിക്കും എന്ന് പറയാൻ തെളിവായി രേഖപ്പെടുത്തിയ ഒരാളെ പോലും ഞങ്ങളാരും അന്വേഷിച്ചു കിട്ടിയിട്ട് ഞങ്ങൾക്ക് അത് അറിയുമെങ്കിൽ പറഞ്ഞു തരാം, അംഗീകരിക്കാം. നിങ്ങളെ കാഴ്ചപ്പാടുകൾ പഠിച്ച അന്വേഷണത്തിൽ അങ്ങനെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ ഇതാ ഈ ഹദീസ് ഇങ്ങനെ തെളിവാക്കി ഇന്ന ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാകുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം, ഒരു വിരോധമില്ല. പക്ഷേ അതില്ല. നേരെ മറിച്ച് രണ്ട് നബിമാർ തമ്മിൽ ഉണ്ടാകുന്ന റബ്ബ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനം. ഇതുപോലെ ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു റസൂൽ ഇമാമെന്നു, മറ്റുള്ളതൊക്കെ മഅ്മൂമായിരുന്നു. മിഅ്റാജ് യാത്ര ആകാശലോകത്ത് അല്ലാഹു റസൂൽ പല അമ്പിയാക്കളെയും കണ്ടു, പലരുമായി സംസാരിച്ചു. മിഅ്റാജ് യാത്ര നിസ്കാരം ഫർളാക്കിയപ്പോൾ ഈ മൂസാ നബിയാണ് പറഞ്ഞത് 50 വഖ്ത് കഴിയില്ല, രണ്ടാമത് പോകണം. അതൊക്കെ റബ്ബ് നിശ്ചയിച്ച പ്രത്യേകമായ ചില സംവിധാനങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടെ വന്ന ശേഷം അല്ലാഹു റസൂൽ ഇനി പ്രയാസം വന്നപ്പോൾ മൂസാ നബിയോട് പറഞ്ഞു, 30 ദിവസം നോമ്പ് വയ്ക്കുന്ന ആയത്തിറങ്ങിയപ്പോ മൂസാ നബി നിസ്കാരങ്ങൾ ഇടപെട്ട് ചുരുക്കി തന്നു, നോമ്പിന്റെ കാര്യത്തിൽ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ടില്ല. നമ്മൾ അറിമിക്കാലം വരെ അത് തെളിവാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ഈ ഹദീസ് 1400 കൊല്ലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥത്തിൽ പോലും ഇങ്ങനെ വിളിച്ചു വരാൻ തെളിവായി പറഞ്ഞിട്ടില്ല. അത് ബേസ് ചെയ്ത് നമ്മളവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്, അത് കൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് അവിടെ ചെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്നും സഹായിക്കുമെന്നും ആ വിളി കേൾക്കുമെന്നും ഒക്കെയുള്ള വിശ്വാസത്തിലാണെങ്കിൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. ഇത്തരം ചില സംഭവങ്ങൾ അത് പൊതുവൽക്കരിച്ച് നമുക്ക് മാതൃകയാക്കാനുള്ളതല്ല. ഇത് ഖുർആനിലെ സംഭവമാണ്. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുട്ടിനെ കൊന്നു, ഖുർആനിലെ സംഭവം. അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ പോയിട്ട് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത കാര്യം ഖുർആനിൽ പറഞ്ഞതാ, അതുകൊണ്ട് ഞാനും പോയി കൊന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറ്റും. ഇതേ ഹദീസിൽ ഈസാ നബി കുരിശ് തകർക്കുമെന്നുണ്ട്, നമുക്കവിടെ പോയിട്ട് കുരിശ് തകർക്കാൻ പറ്റും. അദ്ദേഹം പന്നിയെ കൊല്ലുമെന്നുണ്ട്, നമുക്ക് അങ്ങനെ പോയിട്ട് അതൊരു ഉത്തരവാദിത്തമായി ബാധ്യതയായി ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അമ്പിയാക്കന്മാർ അവരുടെ ലോകത്ത് റബ്ബ് നിശ്ചയിക്കുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടാകും. ആ സംവിധാനങ്ങളെ പൊതുവൽക്കരിച്ച് അതിന് സ്ഥാനത്തിലല്ല ഒരു ഇസ്ലാമികമായ അഖീദ സ്ഥാപിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് വല്ലതും പറയാനുണ്ടെങ്കിൽ ജാറത്തെ സംബന്ധിച്ച് ഞാനതിൽ വിശദമായി കടക്കുന്നില്ല. എങ്കിലും ഫൈസൽ മൗലവി തന്നെ സാധാരണ നമ്മുടെ പള്ളിപ്പറമ്പിലൊന്നും കിടക്കുന്ന ഖബർ പോലെയല്ല എന്നതിനെ കുറിച്ച് പല ഘട്ടങ്ങളിലുണ്ടായ സംഭവത്തെ കുറിച്ചും പറഞ്ഞു. ഇനി ഒന്നും കൂടി ഞാനതിലേക്ക് വിശദീകരണത്തിൽ കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഹുസൈൻ സലഫി പോലത്തെ നിങ്ങളുടെ നേതാക്കന്മാര് പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. സൗദിയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ ആദ്യമായി തച്ചടക്കൽ പച്ചക്കുപ്പയായിരിക്കും. കാരണം അവിടെ ജാറൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഇവിടുത്തെ ഖബർ പോലെയാണെന്നുണ്ടെങ്കിൽ അവിടെ തച്ചടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം ഒരുപാട് വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആ ഹദീസ് അർത്ഥം വെക്കുകയും അതിന്റെ സനദുകൾ, അതിന്റെ ഹദീസുകൾ 2-3 ഗ്രന്ഥങ്ങളുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. എന്റെ ചോദ്യം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ വന്ന് ഈസാ നബി അങ്ങനെ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തീർച്ചയായിട്ടും ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ ഇവിടെ പ്രസംഗിച്ചത് അങ്ങനെ ജാറത്തിങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ ജാറത്തിങ്ങൾ പോയിട്ട് ഇസ്തിഗാസ നടത്തൽ അത് ശിർക്കാണ് എന്നാണ്. പാവപ്പെട്ട ഒരുപാട് പാവങ്ങളായ ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു ഹദീസ് ഉണ്ട്, ഇവരെന്താണോ പറയുന്ന മൗലവിമാർ അതിങ്ങനെ കേട്ടു. അതുകൊണ്ട് മൗലവി സാഹിബിനോട് ചോദിക്കുന്നത്, ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ വരുമെന്ന ഹദീസ് അത് സ്വഹീഹാണ്, അതുകൊണ്ട് അത് ശിർക്കാണോ അനുവദനീയമാണോ? ഇതുവരെ പറഞ്ഞപ്പോ എന്താണ്, ഞാനും നിങ്ങളും അപ്പാണ് തെളിവാക്കിയാണ് പോയി ചെയ്ത ശിർക്ക് തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഈസാ നബി ശിർക്കാണോ? ഒരിക്കലുമല്ല. ഇതുപോലെ ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമല്ല, ഖിദ്ർ ഇസ്ലാം കുട്ടിയെ കൊന്നു ഹറാമാണോ? അല്ല. നിങ്ങൾ പോയിട്ട് ആളെ കൊല്ലുന്നത് ചോദിക്കാം, ഇത് ഹറാമാണോ? നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമാണ് പറഞ്ഞെങ്കിൽ ഞാൻ കൊന്ന ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ളത്? എന്നതുപോലെ തന്നെ എല്ലാം അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ അമ്പിയാക്കന്മാരെ മുഴുവൻ നമുക്ക് കിട്ടുന്ന വാശി പിടിച്ചിട്ട് വലിയ കാര്യമുണ്ട്, അത് നടക്കൂല. അതേസമയം അത് തെളിവാക്കാൻ അത് നമ്മൾ നിങ്ങളല്ലാത്ത ലോകത്ത് ഒരു പണ്ഡിതന്റെ ഒരു കിതാബുകൾ പറഞ്ഞാൽ മതി, ഞാൻ അംഗീകരിക്കുന്നത്. ഒരു പണ്ഡിതൻ ലക്ഷക്കണക്കിന് കിതാബുണ്ടല്ലോ, ലക്ഷക്കണക്കായ ആലിമീങ്ങൾ അഹ്ലുസുന്നത്തുണ്ട്.
ലക്ഷക്കണക്കായ കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ആലിമീങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നിങ്ങൾ തെളിവാക്കിയതുപോലെ തെളിവാക്കിയ ഒരാളെ, നിങ്ങൾ പറയും ഒരാളെ, ഒറ്റ ആള്, ഞാൻ പറഞ്ഞത് എല്ലാ കിതാബും നോക്കിയിട്ടല്ല വരുന്നത്, പക്ഷെ നിങ്ങൾ എവിടെയൊക്കെ തപ്പിയിട്ടുണ്ടെന്നും കിട്ടാതെ പോകാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ചോദിക്കണം. ഞങ്ങൾ അത്ര വലിയ ആലിമീങ്ങളൊന്നല്ല, ഞങ്ങൾ മഹാപണ്ഡിതന്മാരല്ല. ഞങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, മതം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മതരംഗത്തുള്ള ഒരു ഇൽമ തേടുന്ന ആളുകൾ എന്ന് മാത്രം ഞങ്ങളുള്ളൂ. എല്ലാ കിതാബും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ പോലും അവിടെ ഒരു കിതാബിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നബിയെ വിളിക്കാൻ ഇസ്തിഗാസ ചെയ്യാൻ തെളിവാക്കിയിട്ടില്ല. അത് ഉറപ്പാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ പോകണമെങ്കിൽ പറയും, ഞാൻ അടുത്താക്കി പറയാൻ പറ്റുന്ന പറഞ്ഞോട്ടെ. പിന്നെ ജാറുമായി ബന്ധപ്പെട്ട് അത് കടക്കേണ്ട വിഷയം തന്നെയാണ്, അതിലേക്ക് കടക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെ നമ്മൾ നിർത്തിപ്പോണ്ട കാര്യമൊന്നുമില്ല. പച്ചക്കൊമ്പ് തകർക്കുന്ന ഹുസൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, അത് തകർക്കേണ്ടതുമാണ്, സംശയമൊന്നുമില്ല. അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, അത് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പറഞ്ഞതാണ്. അത് ജാറമല്ല, കുബ്ബ വേറെ ജാറം വേറെ, അതാ വ്യത്യാസം. കുബ്ബ വേറെ ജാറം വേറെ. ഖബർ എന്താ? അത് നേരത്തെ പറഞ്ഞു, ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. അതിലേക്ക് കടക്കണില്ല, കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് കടക്കാൻ കഴിയില്ല. അള്ളാഹു റസൂലിന്റെ ഖബർ കെട്ടിപ്പൊക്കിയും അവിടെ ജാറം മൂടലും അവിടെ വിളക്കെത്തിക്കലും അവിടെ ആ നടക്കുന്ന രീതികളും ഇന്ന് വേണ്ട. ഇന്ന് വഹാബികളെ കൂട്ടിക്കോളി, സഹാബികളുടെ കാര്യത്തിലുണ്ടോ ഞങ്ങൾ തെളിയിച്ചോളി. അങ്ങനെയാണ് ഞങ്ങൾ പ്രശ്നിക്കും. ആ ഖബർ വീണ്ടും കെട്ടിപ്പൊക്കണം. സഹാബിമാർ ആ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് വഹാബികളെ പൊളിച്ചൊഴിവാക്കിയതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കും, ആ പൊളിച്ച് ശരിയായില്ല, അത് രണ്ടാമത് കെട്ടേണ്ടതാകുന്നു. സഹാബിമാരെ കെട്ടിയിട്ടില്ല, സഹാബത്തിന്റെ മക്കളും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സദീഖുൽ അക്ബറിന്റെ പേര് കുട്ടിയാണെന്ന് ചോദിക്കുന്ന ഉമ്മ ആ ഖബറൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ കാണിച്ചു കൊടുത്ത 3 ഖബർ ഉയർത്തപ്പെട്ടതല്ല, നിരപ്പായി കിടക്കുന്നതുമല്ല. പിന്നെ ഖബറിന് മീതെ കുബ്ബ ഉണ്ടായി. 678 പ്രവാചകൻ വഫാത്ത് കഴിഞ്ഞ് 6.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 678 മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന ചക്രവർത്തി അവിടെ ഭരണം നടത്തിയപ്പോൾ അല്ലാഹു റസൂലിന്റെ ഖബറിന് മീതെ ഒരു നീലക്കുബ്ബ ഉണ്ടാക്കി. അന്ന് പച്ചക്കുബ്ബല്ല, നീലക്കുബ്ബ. എന്നിട്ട് അന്ന് ആ പണിക്ക് നേതൃത്വം കൊടുത്ത ആളുടെ വീട് തീപിടിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അല്ലാഹു റസൂലിന്റെ ഖബറിന് മീതെ പണിക്കാരെ കയറ്റി അവിടെ ഒച്ചപ്പാടും ബഹളുണ്ടാക്കി അദബുകേടായി പോയി, അതിന് ശിക്ഷയാണ് അയാൾ വീട് തീപിടിച്ചത് എന്നുവരെ അന്ന് സംസാരമുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാമ സുഹൂദിയുടെ വഫാഉൽ വഫാ ബി അഖ്ബാരിൽ മുസ്തഫ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നീലക്കുബ്ബയാണ്. ഏകദേശം 150 കൊല്ലം ആ നീലക്കുബ്ബ നിലനിന്നു. പിന്നീട് ആ കുബ്ബ തകർന്നു വീണു. തകർന്നു വീണപ്പോൾ രണ്ടാമത് പുതുക്കിപ്പണിതു. അന്നും നീലക്കുബ്ബയാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിയുടെ മിക്കവാറും ഭാഗങ്ങൾ തീപിടിച്ചു. അന്നത്തെ മുഅദ്ദിന് രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് പോകുമ്പോ വിളക്ക് ഊതാൻ മറന്നുപോയി. ആ വിളക്ക് മറിഞ്ഞു, അതാകെ എന്തോ എരിയോ മറ്റോ തട്ടി വിളക്ക് മറിഞ്ഞു, തീപിടിച്ചു. അങ്ങനെ പള്ളിയുടെ ഒട്ടുമിക്ക ഭാഗവും കത്തി നശിച്ചു. അത് പിന്നെ പുതുക്കി പണിയാൻ ഉള്ള ഭാഗം കൂടി പൊളിക്കേണ്ടി വന്നു. അന്ന് ആ കുബ്ബയും തകർന്നു. ആ തീപിടുത്തത്തിൽ കുബ്ബയും തകർന്നു. ചുമരുകളൊക്കെ ഭൂരിഭാഗവും കത്തിപ്പോയി. 10-ാം നൂറ്റാണ്ടിൽ അന്നാണ് അന്നത്തെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൂട്ടി, ഇനി എന്ത് വേണം, എങ്ങനെ വേണം ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാരും വിളിച്ചുകൂട്ടിയ കൂട്ടത്തില് അന്ന് പോയ ആളാ ഈ പറഞ്ഞ അല്ലാമ സുഹൂദി. അദ്ദേഹം പറഞ്ഞ വാക്ക് നേരത്തെ പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നു, അവിടെ ഒരു നിരപ്പായ സ്ഥലമാണ് ഞാൻ കണ്ടത്. ഖബറുകൾക്ക് ഒരു അടയാളവും കാണുന്നില്ല, നടുവിൽ ഒരു അല്പം ഉയർച്ച കാണുന്നു. അത് നബിയുടെ ഖബറിന്റെ സ്ഥാനമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. അത് അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നീട് അത് പുതുക്കി പണിയപ്പെട്ടു. അതിനുശേഷമാണ് നീലക്കുബ്ബ പച്ചയിലേക്ക് മാറിയത്. അപ്പൊ ആ കുബ്ബ സ്വഹാബികൾ ഉണ്ടാക്കിയതല്ല, താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല, തബഉ താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല, ഷാഫി ഇമാമിന്റെ കാലത്തില്ല, ഇമാം മാലിക്കിന്റെ കാലത്തില്ല, അതേപോലെ മുഹീദ്ദീൻ ശൈഖിന്റെ കാലത്തില്ല, ബുഖാരി ഇമാമിന്റെ കാലത്തില്ല. അന്നൊന്നുമില്ലാത്തൊരു കുബ്ബ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 678 ഒരു രാജാവ് ഉണ്ടാക്കി. അതും ദീനും ബന്ധമില്ല. ഇനി ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബുണ്ടല്ലോ. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് 204. ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടായത് 650. ഖബറുണ്ടായത് 204, കുബ്ബുണ്ടായത് 650. റസൂലുള്ളാഹിന്റെ ഖബറുണ്ടായത് 11, കുബ്ബയുണ്ടായത് 678. എന്നിട്ട് ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടായപ്പോ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കി. ഈ പറഞ്ഞത് വെറുതെ ബടായെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ കിതാബ് എടുത്ത് നോക്കൂ. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്രയിൽ 1-ാം വാള്യത്തിൽ ജനായിസിന്റെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദമി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുരിഫ അലൈഹാ ഉലൂഫൻ മിൻ അദ്ദലാലി ലികൗനിഹാ ഫിൽ മുസബ്ബല. വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ,
ഷാഫി പണ്ഡിതന്മാർ പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. ബിഹദമി ഖുബ്ബത്തുൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിഈയുടെ ഖബറിന് മീതെയുള്ള ഖുബ്ബ പൊളിക്കണമെന്ന് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടതാണെങ്കിലും ശരി, കാരണം അത് പൊതു ഖബർസ്ഥാനിലാണ്. ഫത്താവുൽ കുബ്രയിലില്ലേ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഹൈതമി പറഞ്ഞാൽ കുഴപ്പമില്ല, ഹുസൈൻ സലഫി പറഞ്ഞാൽ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ ഖബറിന് മീതെയുള്ള ഖുബ്ബയാണെങ്കിലും ഷാഫി ഇമാമിന്റെ ഖബറിന് മീതെയുള്ള ഖുബ്ബയാണെങ്കിലും മറ്റ് ഏതത്തരം ഖുബ്ബയാണെങ്കിലും ഇസ്ലാമിൽ അതിന് സ്ഥാനമില്ല. അത് പറഞ്ഞിട്ട് ഒരു വൈകാരികം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നബിന്റെ ഖബർ ജാറമല്ല, അവിടെ കെട്ടിയെത്തിയിട്ടില്ല, അവിടെ ജാറം മൂടുന്നില്ല, വിളക്ക് കത്തിക്കുന്നില്ല, അവിടെ നേർച്ചപ്പെട്ടിയില്ല, അവിടെ ആണ്ടില്ല, ഉറൂസില്ല, അവിടെ ചന്ദനത്തിരിയില്ല, ആ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് വഹാബിയാള സൗദിയിലുള്ളത് അതുകൊണ്ട് ഇല്ലാത്തതാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു ഉണ്ടായിരുന്നു കാണിച്ചു കൊടുത്താൽ മതി. സഹാബികളാണല്ലോ ഖബർ ഉണ്ടാക്കിയത്, അവരുടെ കാലത്തുണ്ടായിരുന്നുവോ, താബിഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നുവോ, താബിഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നുവോ, അത് കണ്ടാൽ മതി. അതില്ല. അപ്പൊ അതുകൊണ്ട് ഖബറിന്റെ വിഷയത്തേക്ക് വരുന്നില്ല എന്ന് ഉസ്താദ് പറഞ്ഞില്ല. നിങ്ങളേക്ക് വന്നോളി, സന്തോഷമേ ഉള്ളൂ, എല്ലാ വിഷയം വരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ഹദീസ് താങ്കളെപ്പോൾ ദുർവ്യാഖ്യാനിച്ചവരാണ്, അല്ലെങ്കിൽ ഏതോ ചില ആൾ ദുർവ്യാഖ്യാനിച്ചതിനെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചു പോയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നമുക്ക് നബി തങ്ങളെ വിളിക്കാൻ തെളിവായി, നമ്മളുടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറയാൻ തെളിവായി, ആ വിളി കേൾക്കുമെന്ന് പറയാൻ തെളിവായി ഉദ്ധരിച്ച ഒരു കിതാബ് ഇല്ല. അത് ഉറപ്പാണ്, അത് ഉറപ്പങ്ങൾ അന്വേഷിച്ചോളി. ഞങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല, നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിക്കും. ഇത് നമ്മൾ ഒരു വാശിക്കും വിദ്വേഷത്തിനും അപ്പുറത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സ്ഥിതിക്ക് പറയാം. മുജാഹിദീൻക്ക് ഹദീസ് നേരത്തെ അറിയാം. നിങ്ങൾ വിചാരിച്ച പോലെ മുജാഹിദീങ്ങൾ അത്ര ഇത് മനസ്സിലാക്കാതെ പോയൊന്നുമല്ല. മുജാഹിദൊക്കെ ഈ ഹദീസ് പഠിച്ചവരാണ്, ഒരുപാട് മുഖാമുഖങ്ങൾ ഈ വിഷയം വന്നവരാണ്. ഏറ്റവും അവസാനം നടന്ന പന്നിപ്പാറ മുഖാമുഖത്തിലടക്കം ഈ വിഷയം വിശദമായി ചർച്ചയ്ക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് മുജാഹിദീങ്ങൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഇനിയും പഠിപ്പിക്കാൻ വല്ലുണ്ട്, ഇൻഷാല്ലാഹ് പഠിപ്പിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അതേസമയം നിങ്ങൾ ആത്മാർത്ഥമായ അന്വേഷണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളെങ്കിൽ ഒരു ആത്മാർത്ഥമായ അന്വേഷണം. ഈ ഹദീസിൽ ലോകത്താര ഈ നിലക്ക് അർത്ഥം പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാര് മാത്രം ഇപ്പൊ അങ്ങനെ തെളിവാക്കി കൊണ്ടെന്നെങ്കിൽ അത് ശരിയാണോ? അവരാരും പറയാത്തൊന്നും ഇവിടെ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞാൽ ഇവര് തെറ്റായ അർത്ഥം പറഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൂല്യത്തിനെയും ആ അർത്ഥം എടുക്കേണ്ടി വരും. അപ്പൊ ഖിദ്ർ സല്ലല്ലാഹു കുട്ടിയെ കൊന്നു, അതുകൊണ്ട് ഒരാൾ അവിടെ പോയി കൊല്ല, അയാൾ പറയാ ഖിദ്ർ നബി ചെയ്ത് ഹറാമാണെന്ന് പറയും, എന്നാൽ എന്റെ ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വല്ല ന്യായമുണ്ട്? ഇല്ലല്ലോ. സമാനമായ എത്ര എത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പൊതുവൽക്കരിച്ച് നമുക്കൊരു നമ്മുടെ വിശ്വാസം സ്ഥാപിച്ചെടുക്കാൻ തെളിവായി സ്വീകരിക്കാവതല്ല. അതേസമയം ഇത്തരം ഹദീസുകളെ വിശദീകരിച്ച അഹ്ലുസുന്ന പണ്ഡിതന്മാർ അത് തെളിവായി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹു അഅലം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സലാഹുദ്ദീൻ, നാട് മലപ്പുറം. നേരത്തെ ഫൈസൽ മൗലവി ബാക്കി വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ അനുബന്ധമായി കുറച്ച് വിഷയങ്ങൾ പറയുന്നത്. നിങ്ങളിവിടെ ഒരുപാട് നേരം സംസാരിച്ചു. വഫാത്തായി പോയ മഹാന്മാരുടെ അരികിൽ വന്ന് അവരെ വിളിക്കൽ ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ശിർക്കാണ്, എല്ലാവർക്കും ശിർക്കാണ്. അതിൽ അമ്പിയാക്കന്മാര് വ്യത്യാസമല്ല, ഔലിയാക്കന്മാര് വ്യത്യാസമല്ല. ഈസാ നബിക്ക് ശിർക്കാതെ നമുക്ക് തൗഹീദാകാം, നമുക്ക് തൗഹീദായത് ഈസാ നബിക്ക് ശിർക്കാകാം, അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്കാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടതോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചെയ്യണോ ചെയ്യണ്ട അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ശിർക്കാണ് എന്നാണ് വരിക. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വരുമെന്ന് നബി തങ്ങൾ പറയാ. അപ്പൊ നിങ്ങളെ വാശി പറഞ്ഞാൽ എന്താ? അത് ശിർക്കാണ്. അപ്പൊ ഈസാ നബിക്ക് ശിർക്ക്, തൗഹീദ്, നമുക്ക് ശിർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ശിർക്കാണ്. അത് ദുനിയാവിൽ ശിർക്കായത് തന്നെ ആഖിറത്തിൽ എല്ലായിടത്തും ശിർക്ക് തന്നെ, എല്ലാവർക്കും ശിർക്കാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, ഖദർ നബിന്റെ സംഭവം അത് ഇങ്ങോട്ട് ഖിയാസാക്കാൻ പറ്റില്ല. കാരണം ഫുറൂഇയ്യായ വിഷയത്തിൽ, അത് ശാഖാപരമായ വിഷയത്തിൽ ശരീഅത്തിൽ വ്യത്യാസം ഉണ്ടാവും. തൗഹീദൊന്നും ശിർക്കും തൗഹീദും അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് മൂസാ നബിയുടെ ശരീഅത്ത്, ആ ശരീഅത്തിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യാം. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് അത് പറഞ്ഞ് വിഷയം മാറ്റാൻ സമ്മതിക്കില്ല. പിന്നെന്ന് പറഞ്ഞാൽ 10 മണി വരെ ഒരുമിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. കുറഞ്ഞ സമയമാണല്ലോ നമുക്കുള്ളൂ. ഒരുപാട് നേരം വാല്യൂ പറയണം, ഇതൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒക്കെ എസ്ആറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ശിർക്കാണോ? അത്
ചോദിച്ചു ചുരുക്കാണെന്ന് പറഞ്ഞാൽ മതി, പിന്നെ തെളിവ് വയ്ക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലെ ഇങ്ങനെ വിശദീകരിക്കുന്നേ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എവിടെ നേരം ഉണ്ടാവുക? അതുകൊണ്ട് വളരെ മാന്യമായ രൂപത്തിൽ ഞാൻ പറയുകയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിർക്ക്, നമുക്ക് തൗഹീദ് അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്ക് തന്നെയാണ്. ചോദ്യം പറഞ്ഞു ചോദിക്കണമെന്നല്ലോ. അല്ല, ചോദ്യം പറഞ്ഞു ചോദിക്കണമെന്നല്ലോ. ചോദ്യം പോലെ അത് കേട്ടില്ല നിങ്ങൾ. ചോദ്യം എന്താണ്? ഈ നിങ്ങൾ പറഞ്ഞ പ്രകാരം മൂപ്പർ ഫൈസൽ മൗലവിനോട് ഇവിടുന്ന് നേരത്തെ പറഞ്ഞെന്തോ, ഈ ഉസ്താദ് ഒന്ന് ബാക്കിലേക്ക് ഇരുന്നപ്പോൾ പറഞ്ഞെന്താണ്, മൂപ്പർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടെ, അതിന്റെ ബാക്കി എന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് അവിടെ പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം അങ്ങോട്ട് ഖിയാസാക്കാൻ പറ്റൂല എന്നാ ഫൈസൽ മൗലവി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, നമ്മൾക്ക് അനുകരിക്കാൻ പറ്റുമോ ഇല്ലേ? കഴിഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞല്ല, പറഞ്ഞാൽ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മളല്ല, നിങ്ങളല്ല നമ്മൾ. അതുകൊണ്ട് ഞാൻ ബാക്കിലുള്ള ആൾക്ക് ആ കിതാബ് പറയാൻ പറഞ്ഞത്. ഞാൻ ആ പ്രതീക്ഷയിലായിരുന്നു. ആള് മാറി ശേഷം തന്നെ ആക്കുമ്പോഴെങ്കിൽ ആ കിതാബ് പറയാം. ഏത് ഈ ഹദീസിനെ വിശദീകരിച്ച അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്റെ കിതാബ് പറയാൻ പറയാം. അത് മാത്രം ഒഴിവാക്കി നിങ്ങൾ ആ കിതാബ് വായിക്കും. അത് വായിക്കും. മുസ്നദ് അബീ യഅല, അതിന്റെ കിതാബ് വേറെ കിതാബ് മുസ്നദ് അബീ യഅലയിൽ ഇല്ലാന്നോ? ഇസ്തിഗാസക്ക് തെളിവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കണ്ടല്ലോ, നിങ്ങൾ സൗഹാർദ്ദമായി ചോദിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? നമ്മൾ അനുകരിക്കാൻ പറ്റുമല്ലോ വിഷയക്കാണ് നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? മഹാന്മാരായ വഫാത്തായി പോയ മഹാന്മാരുടെ ഹദറത്തിൽ വന്ന്, അതായത് അവരെ വിളിക്കൽ ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈസാ നബിക്ക് ശിർക്കായിട്ട് നമുക്ക് തൗഹീദാകാം, അങ്ങനെ എല്ലാവർക്കും ശിർക്കല്ലേ? അപ്പൊ നിങ്ങൾ വാദപ്രകാരം ഈസാ നബിന്റെ ശിർക്ക് പറയണ്ടേ? എന്തുകൊണ്ടല്ല അത് ചോദിച്ചാൽ പോലെ അതിന് പത്രം എടുക്കാൻ ആവശ്യമുണ്ടോ? അപ്പൊ നേരത്തെ നിങ്ങൾ ഒരു 10 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോ ഒരു 12 മിനിറ്റ് ഉത്തരം പറയേണ്ടി വരില്ലേ? എസ്ഓർനോന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ഇപ്പോൾ എസ്ഓർനൊക്കെ എന്താ മനസ്സിലായിട്ടില്ല. ശിർക്കാണോ? ശിർക്കാണ്. നമുക്ക് ശിർക്കാതെ ഈസാ നബിക്ക് തൗഹീദാവോ? ഇല്ല. ശിർക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും ശിർക്ക് തന്നെയാണ്. അതിന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണോ? വേണ്ട തീരുമാനിച്ചാൽ അത് വേണ്ട തീരുമാനിച്ചാൽ മതി. ഇനി വേണോ വേണ്ട ചർച്ച ചെയ്യാം. അല്ല, വേണ്ട, ശിർക്ക് എന്തിനാ നമുക്ക്? അത് ഒഴിവാക്കുക. എന്നാൽ ഇത് ആ ശിർക്കാണോ? അതിന് തെളിവാണോ? അല്ലാന്ന് പറഞ്ഞത് ആ വേണം. ഞാൻ നേരത്തെ അത്രയും വിശദീകരിച്ചത്. അപ്പോഴൊക്കെ നിങ്ങൾ മറ്റാളെ പിന്നെ ചോദിപ്പാക്കി, അപ്പോൾ കേട്ടില്ല. മൂപ്പര് കേട്ടു. മൂപ്പർക്ക് അത് അൽഹംദുലില്ലാഹ് എനിക്ക് മനസ്സിലാ. പിന്നെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പഠിക്കും. നിങ്ങൾ ആ സമയത്ത് മൂപ്പരെ ഇറങ്ങാറാക്കാൻ വേണ്ടി പിന്നെ കൂടി. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഫുറൂഇയ്യാത്തിൽ വ്യത്യാസം ഉണ്ടാവും. സലാഹുദ്ദീൻ മുസ്ലിയാദും പറയാൻ പറ്റും ഈ വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹറാമല്ല എന്നാണോ? അതാണ് പിന്നെ അർത്ഥം. ഫുറൂഇയായ ഹുക്മിയായ വിഷയത്തിൽ ഓരോ അമ്പിയാക്കന്മാർക്ക് ഓരോ ശരീഅത്താണ്, സംശയമില്ല. മതനിയമങ്ങൾ വ്യത്യസ്തമാണ്. അതിനർത്ഥം മൂസാ നബിന്റെ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കൊലപാതകം ഹറാമല്ല, ഇപ്പോഴാണ് ഹറാമായത് എന്നാണോ? അത് എല്ലാവർക്കും ആരും മാറി പോയി കൊല്ലാന്ന് അല്ലല്ലോ. ആദം നബിന്റെ മക്കളുടെ കാലത്ത് കൊലപാതകം ഉണ്ടായപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഒരാളെ കൊന്നാൽ എല്ലാരും കൊന്ന പോലെ എന്നാണ്. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞത് എവിടെ ഒരാൾ ആരെ കൊന്നാലും ഇല്ലാ കാന അല ബനി ആദമൽ അവ്വൽ കിഫ്ലുൻ മിൻ ദമിഹാ, ആദം നബിയുടെ ഒന്നാമത്തെ പുത്രന് ഈ രക്തത്തിന്റെ വിഹിതം കിട്ടാതിരിക്കില്ല. അന്ന് മുതലേ ഹറാമാണ്. അല്ല, മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹലാലൊന്നുമല്ല, അന്നും കൊലപാതകം ഹറാമാണ്. എന്നാ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. അതാണ് വ്യത്യാസം. കൊലപാതകം അന്നും ഹറാമാണ്. ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. എന്നപ്പോൾ ശിർക്ക് എന്നും ശിർക്ക് തന്നെ. ഈസാ നബി ചെയ്തത് ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? ഈസാ നബി അവിടെ പോയി ഇസ്തിഗാസ ചെയ്യുന്നില്ല, അവിടെ പോയി സഹായം തേടുന്നില്ല, അവിടെ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. നേരെ മറിച്ച് അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ദീന് പഠിക്കണോ? ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതവിടെ കഴിഞ്ഞു. ഏതുപോലെ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയത് പോലെ, 7 ആഗസ്റ്റ് പോയതുപോലെ, മിറാജ് യാത്ര പോയല്ലോ, ഇസ്രായേൽ പോയല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു, നബി തങ്ങൾ ഇമാമ നിന്നു, മറ്റു അമ്പിയാക്കൾ നിന്നു. അത് ആ ഒരു കേസിൽ അവസാനിച്ചു. ഇനി അടുത്ത തിരിച്ചു വന്ന് സുബ്ഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് നബി പറഞ്ഞു, എനിക്ക് ഇഖാമത്ത് കൊടുക്കല്ലേ, ഇബ്രാഹിം നബി വരാനുണ്ട്, ഇസ്മായിൽ നബി വരാനുണ്ട്, മൂസാ നബി വരാൻ ഒരിക്കൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഇഖാമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇല്ല. അതിനുശേഷം ഏകദേശം 10-12 കൊല്ലം അല്ലാഹു റസൂൽ നിസ്കരിച്ച ഇമാമായിട്ട് എന്തെങ്കിലും ജമാഅത്തിൽ ഈസാ നബി ഇബ്രാഹിം നബി വന്നോ? ഇല്ലല്ലോ. നബി എപ്പോഴൊക്കെ ഇനി രണ്ടാമതൊന്നാണ് ഞാൻ അങ്ങോട്ട് പോയി ഒന്നുകൂടി ഇമാം വെക്കണം എന്ന് പറഞ്ഞോ? ഉണ്ടായില്ലല്ലോ. അപ്പൊ റബ്ബുൽ സംവിധാനം ഒരുക്കി കൊടുത്തു. ആ സംവിധാനം അവിടെ നടപ്പായി. അത്ര ഇതിലുള്ളൂ. നമുക്ക് സംവിധാനം ഒരുക്കി തന്നാലും നമുക്കും പറ്റും. പക്ഷെ സംവിധാനം ഇല്ല. നമുക്ക് സംവിധാനം ഇപ്പൊ മുഹമ്മദ് നബി പള്ളി വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒന്ന് പറഞ്ഞു കൊടുക്കി, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഓർക്ക് മനസ്സിലാണില്ല, നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കി, നമുക്ക് പറയാം. പക്ഷെ റസൂൽ വരുന്നില്ലല്ലോ. അതേപോലെ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു തആല 2 നബിമാർ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് നടത്തുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ നമുക്ക് പൊതുവൽക്കരിച്ച് നമ്മളും അവിടെ പോയി വിളിച്ചാൽ കിട്ടും, ഉത്തരം ചെയ്യും, ആ വിളി കേൾക്കും എന്ന് പറയാൻ തെളിവല്ല.
ഇത് തെളിവാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് 1400 കൊല്ലമായല്ലോ കൈമാറി വരുന്നു. റസൂൽ പറയുന്നത് നേരെ ചെറാലിക്ക് സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മർക്കസിക്കോ കൊടുത്തയച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബത്ത് കേട്ടു, താബിഈകൾ കേട്ടു, താബിഈകൾ കേട്ടു, ഇമാമികൾ കൈമാറി പോന്നു. 1400 കൊല്ലം ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ കൈമാറി പോന്നു. എങ്കിൽ ഈ കാലം വരെ നൂറ്റാണ്ട് 14-നിടയിൽ ലോകത്ത് ആരാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഹദീസിന് അർത്ഥം പറയുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തത്? ഒരാളുമില്ല. എങ്കിൽ പിന്നെ ഒന്നുകിൽ ഓൾക്കൊന്നും തിരിഞ്ഞില്ല, നിങ്ങൾക്ക് തിരിഞ്ഞു വരേണ്ടി വരും. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം നിങ്ങൾ അർത്ഥം പറഞ്ഞപ്പോലെ നിങ്ങളല്ലോ ഞങ്ങൾ. അതല്ലെങ്കിലോ അവരൊക്കെ പറയാത്ത പുതിയത് നിങ്ങൾ പറഞ്ഞു, അത് നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം മാറിയപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ പെണ്ണാൾ കിതാബ് പറഞ്ഞോട്ടെ, നിങ്ങൾ അത് പറഞ്ഞോളി. ഈ ഹദീസ് വിശദീകരിച്ച ലോകത്ത് ഏത് പണ്ഡിതനാ, അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതന് ഏത് കിതാബിലാ ഈ ഹദീസ് വെച്ചിട്ട് നബി നമ്മൾ വിളിച്ചാൽ കേൾക്കുമെന്ന് തെളിവാക്കിയത്, നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന തെളിവാക്കിയത്? അതല്ലേ സ്ഥാപിച്ചെടുക്കുന്നത്? നബി മാത്രമല്ലല്ലോ, യാഹൂ തങ്ങളെ വിളിക്കാനും കോയപ്പാപ്പായെ വിളിക്കാനും CM-നെ വിളിക്കാനും അതിനൊക്കെയാണല്ലോ എപ്പോഴും ഒപ്പിച്ചുകൊണ്ടിരുന്നത്, അതിനൊക്കെയാണ് ഒപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ എവിടുന്ന് കിട്ടി? അതാ ഞങ്ങൾ എവിടെയുമില്ല. ഞങ്ങൾക്ക് കിതാബ് അറിയില്ല. നിങ്ങൾ കിതാബ് പഠിച്ചവരാണല്ലോ എന്നല്ല വെപ്പ്. ശരി, നിങ്ങൾ പറയും ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും ലോകത്ത് ലക്ഷക്കണക്കായ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തെളിവായി സ്വീകരിച്ച, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് തെളിവായി കൊണ്ടുവന്ന ഒരാളെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചോളാം. അഹ്ലുസുന്നയുടെ ഒരു ഇമാമിന്റെ ഒരു കിതാബ് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് കഴിയാൻ ഞങ്ങൾക്ക് ഉറപ്പാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്തത് വ്യാഖ്യാനമാണ്. ഈസാ നബി ശിർക്ക് ചെയ്തോ? ഇല്ല. അത് നമ്മൾ ഒരിക്കലും ബേജാറാകണ്ട. ഈസാ നബി ശിർക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. ഈസാ നബിക്ക് ശിർക്ക് അംഗീകരിച്ചിട്ടില്ല. ശിർക്ക് എല്ലാവർക്കും കണക്കാണ്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി കൂടെ ചോദിക്കാം, ഞങ്ങൾക്ക് യേശുവിനെ വിളിക്കാൻ ഈ ഹദീസാ തെളിവ് എന്നാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ ഹദീസ് ഉണ്ടല്ലോ, ഈസാ നബി അവിടെ പോയിട്ട് വിളിക്കുമ്പോ മുഹമ്മദ് നബി ഉത്തരം ചെയ്യും, ഞങ്ങൾ തെളിവാക്കുന്നു, ഞങ്ങൾ ആ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ആ യേശുവിനെ കാക്കരെ പറയുന്നു, കേൾക്കും ഉത്തരം ചെയ്യുന്നു, നിങ്ങൾക്കും തർക്കമില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ ഒന്നായി എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും അങ്ങനെ തെളിവാക്കി കൊണ്ടുവരാവതല്ല. ഞങ്ങൾ ആക്ഷേപിക്കല്ല, ഞങ്ങൾ പരിഹസിക്കല്ല. അതേ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച വിഷയത്തിന് അവരാരും മനസ്സിലാക്കാത്ത, അഹ്ലുസുന്ന ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി ദുർവ്യാഖ്യാനിച്ച് ഏതൊക്കെ ശിയാക്കൾ അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഷിയാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഷിയാക്കളെ സൈറ്റ് പോയാൽ കിട്ടും. ഈ ഹദീസിനെ അവർ അലിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഹസൻ ഹുസൈനെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഫാത്തിമ ബീവിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, തങ്ങളുടെ 12 ഇമാമികളെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്. ഈ ഹദീസിനെ ഷിയാക്കൾ അല്ലാതെ അഹ്ലുസുന്നക്ക് അത് പരിചയമില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ചില ചങ്ങായിമാര് അവർ നിർത്തുകൊണ്ടിട്ട് അതിങ്ങനെ ഇട്ടുന്നിട്ട് ഇതങ്ങനെ ഹദീസുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മളതിന് പിന്നാലെ പോകേണ്ടവരല്ല. ഈ നാട്ടിൽ സാധാരണക്കാർ നിങ്ങളൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് ദീനാന്ന് വിചാരിച്ചിട്ടാണ് ഒപ്പം കൂട്ടത്. അതുകൊണ്ട് നമുക്കത് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു അമാനത്തുണ്ട് എന്നെങ്കിലും ഉൾക്കൊള്ളണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ശരി, പറഞ്ഞോളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞതെന്താണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിർക്കായത് നമുക്ക് തൗഹീദാവില്ല, തിരിച്ചുണ്ടാവില്ല. നിങ്ങൾ സമ്മതിച്ചല്ലോ. അങ്ങനെയാണ്, എല്ലാവർക്കും ശിർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ ആ മഹാന്മാർ വിശദീകരിച്ചോ ഇല്ലെന്ന് കടന്നിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, മഹാന്മാർ വിശദീകരിച്ചാൽ അള്ളാഹു ഏകനാണ്, അതിനൊരു മഹാന്റെ വിശദീകരണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ? അല്ല. അതേസമയം ഒരാൾ പറയാം അന്ന് രണ്ടെണ്ണമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും കുൽഹുവല്ലാഹു അഹദ് ഓതിയിട്ട് അന്ന് രണ്ടെണ്ണം പറഞ്ഞ അപ്പൊ ചോദിക്കും എവിടെ കിട്ടി? അപ്പൊ അവൻ പറയാം എന്തിനാ കിട്ടുന്നത്? കുൽഹുവല്ലാഹു അഹദ് രണ്ടെണ്ണാണ് എന്ന് പറഞ്ഞ കൊണ്ടേ കൂടെ പരിക്കേറിയ അതാണ് അതിന്റെ പരി സംഭവിച്ചത്. ഈ ഹദീസ് പണ്ഡിതന്മാർ വിശേഷിച്ച് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഉദാഹരണം സുയൂത്തിയുടെ അൽ ഹാബിൽ ഫതവ പറഞ്ഞു. ഇനി വേണോ തഫ്സീർ റൂഹുൽ ബയാൻ നോക്കി അല്ലാമ ആലൂസി അവിടെ സൂറത്തുൽ അഹ്സാബിൽ അദ്ദേഹം ഈ സംഭവം കൊണ്ടുവന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹദീസ് ആരൊക്കെ എവിടെയൊക്കെ വിശദീകരിച്ചോ അതൊക്കെ അംഗീകരിക്കുന്നു. അവരാരും പറയാത്ത നിങ്ങൾ പറയാം പറയുക അള്ളാഹു രണ്ടാകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും എവിടെ കിട്ടി? ഇത് ഏത് തഫ്സീറിലുള്ളത്? ഏത് ഇമാമായി അർത്ഥം വെച്ചത്? ഏത് പണ്ഡിതനാ പറഞ്ഞത്? മഹാന്മാരോടെ കട്ടെ രണ്ടെണ്ണ എന്ന് പറഞ്ഞാൽ വല്ല നിവൃത്തിയുണ്ടോ? അതാണ് ഇതിന് സംഭവിച്ചത്. ഇപ്പൊ ഇനി അതൊന്നും വേണ്ട, നമുക്ക് സമയം ലാഭിക്കാൻ നല്ല എന്താ, നിങ്ങൾ ഒറ്റ കിതാബ് വായിച്ചോളി. ഒറ്റ കിതാബ് ഇനി വേണം നിങ്ങൾ പോയിട്ട് ഫോൺ ചെയ്ത് കിട്ടിയിട്ട് വേണമെങ്കിൽ വന്ന് ചോദിച്ചോളി. നിങ്ങൾ കുഴപ്പമില്ല, നമുക്കത് കിട്ടിയാൽ മതി. രണ്ടാലൊന്ന്, ഒന്നുകിൽ അഹ്ലുസുന്നയുടെ ഇന്ന ഇമാം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിലോ നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനമാണ്. രണ്ടാലും തെളിയണ്ടേ? അതുണ്ടോ? നിങ്ങൾ വായിച്ചോളി.
ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എന്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമല്ല. ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്താക്കാം, നമുക്ക് തഫ്സീറിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോ ഞാനും നിങ്ങളും അതിന്റെ അർത്ഥത്തിൽ ആദ്യം പറഞ്ഞില്ല. ഞാൻ വെച്ച തർക്കത്തിൽ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച അർത്ഥത്തിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴേ ഒരു മുഹദ്ദിസിന്റെ ആവശ്യമുള്ളൂ. അത് പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറഞ്ഞ ഏത് വാക്കിന്റെ തെറ്റാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നാൽ അലാ ഖബരി, എന്റെ ഖബറിന്റെ അരികിൽ നിന്നാൽ ഫഖാല, അങ്ങനെ മഹാനുഭാവൻ ചോദിക്കുകയും ചെയ്തു. എന്ത് ചോദിച്ചു? വിളിച്ചു, യാ മുഹമ്മദ്, ഓ നബിയേ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുകയും ചെയ്താൽ ലഉജീബന്നഹു, ഞാൻ അതിന് ഉത്തരം ചെയ്യുമെന്ന്. ഇതിലേത് പദത്തിന്റെ അർത്ഥം തെറ്റുമെന്ന് പറഞ്ഞു? ഇത് നിങ്ങൾ മൊത്തം തെറ്റുകൾ കൊണ്ടുവന്നെന്തിനാ? നിങ്ങൾ കൊണ്ടുവന്നെന്തിനാ? മഹാന്മാരെ വിളിക്കാൻ, നബിയെ വിളിക്കാൻ, അവിടെ പോയി വിളിച്ചാൽ കേൾക്കുമെന്ന് പറയാൻ, ഉത്തരം കിട്ടുമെന്ന് പറയാൻ. അപ്പൊ കൊണ്ടതിന് തെറ്റാ. നിങ്ങൾക്ക് ആ സാധനം കൊണ്ടുവരാൻ തന്നെ വകുപ്പില്ലായിരുന്നു. പണ്ട് KC ബോൾക്കുന്ന ഒരു റഹിമഹുള്ള പറയാറുണ്ടായിരുന്നു, ഒരു മുസ്ലിയാട് പോയി ചോദിച്ചു, തെങ്ങുമ്മ കയറാൻ പാടുണ്ടോ? ആ, ഒരു കുഴപ്പമില്ല. തെങ്ങുമ്മ തേങ്ങ ഇടാൻ പാടുണ്ടോ ചോദിച്ചു. അതിനെന്താ കുഴപ്പമില്ലല്ലോ. ഇട്ട തേങ്ങ പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ആ തേങ്ങ അരക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. പക്ഷെ തെങ്ങ് ആരാണ്ടാന്ന് പറഞ്ഞില്ല. ആരാണ് നമ്മൾ കയറാനും പറ്റില്ല, ഇടാനും പറ്റില്ല, പെറുക്കാനും പറ്റില്ല, കൊണ്ടുപോകാനും പറ്റില്ല, അനുവാദമില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയങ്ങൾ. ഈ ചോദ്യം പെണ്ണ മുമ്പ് ചോദിച്ചു. ആദ്യം ഫസ്റ്റ് സുബൈർ മുസ്ലിം ചോദിച്ചെന്താ? സയ്യിദ് മുസ്ലിം ഫസ്റ്റ് ചോദ്യം എന്താ? നബിന്റെ ഖബറിൽ പോയി നബിയെ എന്ന് വിളിച്ചാൽ നബി സഹായിക്കും, നബി ഉത്തരം ചെയ്യും, നബി വിളി കേൾക്കും എന്ന വിശ്വാസം ശിർക്കാണോ? എന്നിട്ട് അത് തെളിയിക്കാനാണ് കൊണ്ടുവന്നത്. അത് തെളിയിക്കാനാണ് കൊണ്ടുവന്നത്. അവിടെയാണ് പിഴച്ചത്. അതുകൊണ്ട് മുസ്ലിയാരെ മറ്റു വാഴുന്നതിനപ്പുറത്ത് ഈ ഹദീസിനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് തെളിവാക്കുന്നത്? അതിന് തെളിവല്ല. നിങ്ങൾ എന്തിനു തെളിവാക്കിയോ അത് തെളിവല്ല. ആണെങ്കിൽ നിങ്ങളല്ലാത്ത ലോകത്തുള്ള അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ, ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ ഒരു ആശയം ഈ ഹദീസ് വെച്ച് രേഖപ്പെടുത്തിയ ഒരാളെ കാണിച്ചാൽ മതി. അത് കഴിയില്ല, എല്ലാവർക്കും ഉറപ്പായല്ലോ. നിങ്ങൾ വെറുതെ വീട്ടിൽ പറയണമെന്നില്ല. അത് നിങ്ങൾ കിട്ടുമോ നിങ്ങൾ പറഞ്ഞോളി. അതില്ലേ വെറുതെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ സമയങ്ങളിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ തോൽപ്പിക്കാൻ പോകുന്നില്ല, ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോളി, അതിനും കുഴപ്പമില്ല. അങ്ങനെ പൂരിയൊക്കെ ഉണ്ട്. അവിടെ പോയി മുറാമത്ത് പോയി ഞങ്ങൾക്ക് ജയിച്ചു പോകുന്ന ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോളി, ഒരു കുഴപ്പമില്ല. ശിർക്ക് സ്ഥാപിച്ചു പോയിക്കോളി, അതിന് വിരോധമില്ല. അതേസമയം ഞാൻ വ്യക്തമായി പറഞ്ഞു, ഈ ഹദീസ് നിങ്ങൾ ഇപ്പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനമാണ്. നിങ്ങൾ എന്തിനാണോ ആ ഹദീസുമായി വന്നത്, ആ വന്ന ഇസ്തിംബാത്ത് തന്നെ നിങ്ങൾ തെളിവായി എടുത്ത ആ രീതി തന്നെ അത് തെറ്റാണ്. മാത്രമല്ല താങ്കൾ സംസാരിച്ച പറഞ്ഞെന്താണ്? മഹാന്മാരെ വിളിച്ചാൽ കേൾക്കും എന്ന് പറയാൻ കൊണ്ടുവന്നത്. മറ്റാൾ നബിനെ വിളിക്കാനാ പറഞ്ഞത്. ഖബറിനെ പോയി നിങ്ങളോ മഹാന്മാരെ വിളിക്കാൻ തെളിവായിട്ടാ നിങ്ങൾ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഒന്നും തെളിവല്ല. ഇവിടെ യാഹൂ തങ്ങളെ വിളിക്കാനും മമ്പൂർ തങ്ങളെ വിളിക്കാനും ബദരീങ്ങളെ വിളിക്കാനും പുത്തമ്പള്ളിയിൽ പോയി തേടാനും അതിനൊന്നും ഇത് തെളിവല്ല. നബിയോട് തന്നെയും നമുക്ക് അവിടെ ചെന്ന് തേടാൻ ഇത് തെളിവല്ല. നമ്മൾ ചെന്ന് തേടിയാൽ നബി തങ്ങൾ ആ തേട്ടം കേൾക്കുമെന്ന് പറയാൻ ഇത് തെളിവല്ല. നമ്മൾ ചെന്ന് തേടിയാൽ ഉത്തരം ചെയ്യുമെന്ന് പറയാനും ഇത് തെളിവല്ല. ഏതുപോലെ ഖിദ്ർ അലൈഹി വസല്ലം കുഞ്ഞിനെ കൊന്നത് നമുക്ക് തെളിവാകാത്തതുപോലെ അല്ലാഹു റസൂൽ ബൈത്തുൽ മുഖദ്ദസിനെയും അമ്പിയാക്കന്മാർക്ക് ഇമാമായി നിശ്ചയിച്ചത് നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ ഇതൊരിക്കലും തെളിവല്ല എന്നാണ് സൂചിപ്പിച്ചത്. ശരി, ഇവിടെ ഇപ്പോ ഞാൻ അർത്ഥം വെച്ചതിൽ ഒരു തെറ്റില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് അത് ദുർവ്യാഖ്യാനാണ്. പിന്നെയും പറയാണ് ഞങ്ങൾ കൊണ്ടുവന്ന ദുർവ്യാഖ്യാനം. എന്താണ്? ഞാൻ പദം വെച്ച അർത്ഥത്തിൽ ഒരു പദത്തിന് അർത്ഥം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അത് നിങ്ങൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം വെച്ച മുഴുവനും ശരിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. അൽഹംദുലില്ലാഹ്. അതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഞാൻ ആശംസിക്കുകയാണ്. അത് സമ്മതിച്ചല്ലോ. എന്തായാലും കഴിഞ്ഞിട്ടില്ല, ഞാൻ തുടങ്ങുന്നുള്ളൂ. നിങ്ങൾ 1 മണിക്കൂർ 5 മിനിറ്റ് പറയാമല്ലോ. എത്രയും പറയാം. അപ്പൊ ഇവിടെ നിൽക്കിട്ടോ, ഇത്രയും പറയാം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ എന്താണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പോ ഞാൻ പറഞ്ഞ വാചകത്തിൽ ഒരു തെറ്റില്ല, പദത്തിൽ അർത്ഥം വെച്ചാൽ ഒന്നും തെറ്റില്ല. പിന്നെ ഇത് കൊണ്ടുവന്നത് തെറ്റാണ്, നിങ്ങൾ ഇസ്തിഹാസത്തെ തെളിവായിക്കൊണ്ട് തെറ്റാണ് എന്നിപ്പോ നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടോ കിട്ടും? അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരാൾ വ്യാഖ്യാനിച്ചാൽ, അത് ഇസ്തിഹാസത്തായി വ്യാഖ്യാനിച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു. അത് മാത്രം അതിനാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത് നിങ്ങളെ വളരെ പറയാം. അത് ശരി, നിങ്ങൾ സാധനം കൊണ്ടായി പണ്ടാരും പറഞ്ഞേക്കണോ? എന്താ മുസ്ലിം ഇതൊക്കെ? നിങ്ങൾ സാധനം ഉണ്ടായിക്കൊണ്ട് ഇത് തെറ്റാതെ പണ്ടാരും പറഞ്ഞു. നിങ്ങൾ പണ്ടുണ്ടോ? നിങ്ങൾ സഹായിച്ച് നിങ്ങൾ താപിയ മുസ്ലിം ഇങ്ങനെ വിട്ടാളി, ഈ വെറുതെ ഉരുളണ്ട സമയം ബാക്ക് മുസ്ലിം ഒന്ന് അയാൾ ചോദിച്ചോട്ടെ. ഇനി ഇതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയാൻ കൃത്യമായി പറഞ്ഞു. ഈ കൂടിയ സത്യം മനസ്സിലാക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലത്തെ വാശിക്കാരല്ലാത്തവർക്കൊക്കെ സംഗതി മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ കിതാബ് കിട്ടുന്ന കാലത്ത് കൊണ്ടുപോയി ഏതെങ്കിലും കാലത്ത് അങ്ങനത്തെ കിതാബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അന്ന് കൊണ്ടുവന്നോളി. അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അതല്ല വെറുതെ വാചകം പറഞ്ഞ സമയം കളയാണെങ്കിൽ അത് നമ്മൾ വരപ്പെട്ട സമയം തരില്ല.
അതല്ല കിതാബുണ്ടോ നിങ്ങൾ ചോദിച്ചോളി, അന്വേഷിച്ചോളി, ആരെയും കൂട്ടി വന്നോളി, നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. അല്ലാത്ത കാലത്തോളം അത് ദുർവ്യാഖ്യാനം തന്നെയാണ്. ശരി. മൗലവി സാഹിബിനോട് ചോദിക്കാനുള്ളത്, ആദ്യമായി ഒരു ഹദീസിനെ കുറിച്ച് ചോദിച്ചു. ആ ഹദീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ല ഒരു കുടുംബം ഉപയോഗിച്ചുകൊണ്ടാണ് മൗലവി കഴിച്ചിലായത്. അതായത് ആ ഹദീസ് പിടിച്ച് അമല് ചെയ്യണമെങ്കിൽ, അത് ഖിയാസാക്കി അമല് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ ഒരു രേഖ വേണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഫൈസൽ മൗലവി സ്നേഹബുദ്ധിയോട് കൂടെ പലപ്പോഴും ഫൈസൽ മൗലവി പറയാറുണ്ട്, ഒരു വിഷയം അത് ഞാൻ തിരുത്തേണ്ട വിഷയമാണെങ്കിൽ അത് തിരുത്തുക തന്നെ ചെയ്യും. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഉസൂൽ ഹദീസിൽ അതിന്റെ സനദിന് കുഴപ്പമില്ല, അതിന്റെ റാവിക്ക് കുഴപ്പമില്ല, ഹദീസിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലാതെ സ്വീകാര്യോഗ്യമായ ഒരു ഹദീസ് അതുകൊണ്ട് അമല് ചെയ്യണമെങ്കിൽ ഇനി വേറെ ഒരു ഉസൂൽ വേണമെന്ന് ഏത് പണ്ഡിതനാണ്, ആരാണ് പറയുന്നത്? ശരി, ആ ഹദീസ് പ്രകാരം അമൽ ചെയ്യാൻ ഒരാളും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഹദീസ് നിങ്ങൾ പറഞ്ഞത് ആ ഹദീസിന് രണ്ടു തെളിയിക്കാനാണ് പറഞ്ഞത്. ഹദീസ് പ്രകാരം അമൽ ചെയ്യാൻ ഈ ലോകത്ത് ആരും ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് കിട്ടിയാൽ ലോകത്ത് ആരും ചെയ്തിട്ടില്ലെങ്കിലും നമുക്കത് പ്രകാരം അമൽ ചെയ്യാം. ആ ഹദീസിന് ഇല്ലാത്ത അർത്ഥം പറയുമ്പോഴാ പറഞ്ഞിട്ട് ഇവിടെ കിട്ടി. അപ്പൊ നിങ്ങൾ ഈ പണിക്ക് ഞാൻ വെച്ചാൽ കിതാബ് വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കിതാബ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ മുസ്ലിം കിതാബ് അന്വേഷിക്ക്, കിട്ടിയാൽ ഈ സംഘാടനം അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഖിയാമത്തോടെ തന്നെ കിട്ടൂല എന്ന് വിനയത്തോടു കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അവന്റെ ദീന് ശരിയാൻ ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.